എൻ്റെ പേര് സൈനോ, ഹസ്ബൻഡ് റോഷൻ വർഗീസ്. ഞങ്ങൾ ചോറ്റാനിക്കരയിൽ നിന്ന് വരുന്നു. 5-ാം മാസം അനോമലി സ്കാനിലാണ് ഞങ്ങൾക്ക് പ്ലാസെന്റ പ്രീവിയയുടെ ഒരു കേസ് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിയോനൈറ്റൽ സൗകര്യവും കുറച്ചും കൂടെ ഗൈനക്കോളജിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ടീമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പലരോടും തിരക്കിയതിനെ പ്രതി ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചതാണ് ഇവിടെ EMCയിൽ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിയോനൈറ്റലിന് പ്രത്യേക സൗകര്യമുണ്ട്. ഗൈനക്കോളജിയിലാണെങ്കിലും ലിസമ്മ മാഡം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങോട്ടേക്ക് 6-ാം മാസം മുതൽ എത്തുകയായിരുന്നു. അന്ന് തൊട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം ഓരോ ടെസ്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ലൊരു ഫോളോ അപ്പ് ലിസമ്മ മാഡത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് തന്നെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതെല്ലാം ലിസമ്മ മാഡം വളരെ പോസിറ്റീവായിട്ട്, വളരെ നമ്മളൊന്നും ഒട്ടും ഡൗൺ ആവാത്ത രീതിയിൽ നമ്മളെ എൻകറേജ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്കിത് ഡെലിവറി ചെയ്തെടുക്കാം എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി നമ്മളെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ 35 വീക്സ് വരെ ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പം 35 വീക്സിൽ ഫോളോ അപ്പിന് ചെക്കപ്പിന് വന്നപ്പോഴത്തേക്കിനാണ് കുറച്ച് കോൺട്രാക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഇനി സിസേറിയൻ നടത്തുന്നതായിരിക്കും കുഞ്ഞിനും അമ്മയ്ക്കും നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിൽ, ലിസമ്മ മാഡത്തിന്റെ തീരുമാനത്തിന് ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ 25-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആവുന്നു. 26-ാം തീയതി രാവിലത്തെ 2ാമത്തെ സിസേറിയൻ സെക്ഷനിലേക്ക് ഞങ്ങളെ അന്ന് അഡ്മിറ്റ് ആക്കുകയായിരുന്നു ചെയ്തത്. 26-ാം തീയതി രാവിലെ സിസേറിയൻ റൂമിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അനസ്തേഷ്യ ഡോക്ടറായിട്ടുള്ള ദീപ ഡോക്ടറായിരുന്നു. അപ്പോൾ ആദ്യമേ സ്പൈനൽ അനസ്തേഷ്യ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ബ്ലീഡിങ് കുറച്ച് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് ലിസമ്മ മാഡത്തിനും ദീപക് ഡോക്ടർക്കും മനസ്സിലായി. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് ജനറൽ അനസ്തേഷ്യ എനിക്ക് നൽകുകയും ആദ്യമേ കുഞ്ഞിനെ സിസേറിയൻ വഴി എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ്, പ്രഷർ താഴുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതേപോലെ ബ്ലീഡിങ് നന്നായിട്ട് വന്നു. ആ സമയത്തൊക്കെ ലിസമ്മ മാഡത്തിന്റെയും ദീപക് ഡോക്ടറുടെ അവരുടെ ഒരു എക്സ്പേർട്ട്, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ആ ഒരു സ്കില്ലുമാണ് ഈ ഒരു ജേർണിയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തന്നത് നമ്മുടെ ഡോക്ടർ ലിസമ്മ, ഗൈനക്കോളജി, അതേപോലെ തന്നെ അനസ്തേഷ്യ ഡോക്ടർ ദീപക്, പിന്നെ അനുവാശകൻ പീഡിയാട്രിഷ്യൻ. ഈ ലിസമ്മ മാഡത്തിന്റെ വൺ ഓഫ് ദ എക്സ്പേർട്ടാണ് ഈ ഗൈനക്കോളജിയിൽ. അപ്പോൾ ആദ്യം മുതൽ ഈ OP-യിൽ നമ്മൾ വിസിറ്റ് വരുമ്പോൾ തന്നെ പുള്ളിക്കാരി എൻ്റെ റിസ്ക്കും പിന്നെ റിസൾട്ട് എന്തൊക്കെ വരും അങ്ങനെ നമുക്ക് നേരത്തെ തന്നെ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വലിയ ഡൗട്ടില്ല. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവിടെ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ഈ ഒരു ഡേറ്റിൽ ഇങ്ങനെയൊക്കെ ചെറിയ കോംപ്ലിക്കേഷൻ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഓൾറെഡി അതിൻ്റെ മൈൻഡെല്ലാം സെറ്റായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ അനസ്തേഷ്യ ഡോക്ടർ ദീപകിൻ്റെ ഒരു സർവീസ് ഏറ്റവും കൂടുതലായിട്ട് വന്നത്. അപ്പം MIC-യിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് എപ്പോഴും ദീപക് ഡോക്ടറാണ് ഞങ്ങളെ വെൽക്കം ചെയ്യുന്നത്. എന്നിട്ട് വൈഫിൻ്റെ അന്നത്തെ സ്റ്റാറ്റസ് എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ മെഡിസിൻ കൊടുത്തു, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരും. നമ്മൾ അങ്ങോട്ട് തന്നെ ഒന്നും ചോദിക്കാതെ തന്നെ പുള്ളി ഫുള്ള് ഡീറ്റെയിൽസ് വന്ന് നമ്മളെ മൈൻഡ് കാം ആക്കുന്നതിൽ പുള്ളി ഭയങ്കര എക്സ്പേർട്ടാണ്. പിന്നെ കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞ അനുവാശോകൻ ഡോക്ടറായിരുന്നു, പീഡിയാട്രിഷ്യൻ. അപ്പോൾ പുള്ളിയാണെങ്കിലും നല്ല സപ്പോർട്ട് തന്നു. പിന്നെ ടൈംലി അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് നല്ലതായിട്ട് വരുന്നു. സോ വി റെക്കമെൻഡ് EMC ആൻഡ് ഗ്രേറ്റ് താങ്ക്സ് ടു ഓൾ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഇൻ EMC. ഗുഡ് ലക്ക്.